പോലെ തന്നെ ഒരു 1100 അല്ലെങ്കിൽ ലക്ഷ്മി അവിടെ നമ്മൾ വോട്ടെണ്ണൽ കാര്യങ്ങളിലേക്ക് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അവിടെ സ്ട്രോങ് റൂം തുറക്കാനുള്ള ശ്രമങ്ങളിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ. അതിനിർണായകമായിട്ടുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ അല്പസമയം മാത്രമാണ് ബാക്കി. 7:22 ഇപ്പോൾ സമയം. സ്ട്രോങ് റൂം തുറക്കുകയാണ് ഉദ്യോഗസ്ഥർ. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറന്ന് 8 മണിക്ക് തന്നെ ആരംഭിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യ ഫലസൂചന 8:00 ലഭ്യമായി തുടങ്ങും. 1,76,070 പേരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ആ അതിനിർണായകമായ വോട്ടുകളുടെ എണ്ണത്തിലേക്കാണ്, ആ പ്രോസസ്സിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആദ്യം എണ്ണുക 1403 പോസ്റ്റൽ വോട്ടുകളാണ്. അവയുടെ നമ്പറാണ് ആദ്യം നമ്മുടെ സ്ക്രീനിൽ തെളിയുക. മൊത്തം 19 റൗണ്ടായാണ് വോട്ട് എണ്ണുക. ഓരോ റൗണ്ടിലും 14 വീതം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. EVM എണ്ണി തുടങ്ങിയാൽ വഴിക്കടവ്, മൂത്തേടം, കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരമ്പലം പഞ്ചായത്തുമാണ് എണ്ണുക. ആദ്യം എണ്ണുക വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടുകളാണ്. ഇത് UDFന്റെ ശക്തി കേന്ദ്രമെന്ന് കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് വഴിക്കടവ് പഞ്ചായത്ത്. ഒരു മണം പിടിച്ചാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അവിടെ നിന്ന് സൂചനകൾ ലഭിക്കും. നമ്മൾ പ്രത്യേകമായും കാണേണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തെ ആകെ തന്നെയും നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു വിധിയാണ് അല്പസമയത്തിനകം വരാനിരിക്കുന്നത് എന്താണ്. 7:23 ഇപ്പോൾ സമയം. അല്പസമയം കൂടി കഴിഞ്ഞാൽ 8 മണിക്ക് തന്നെ കൃത്യമായിട്ട് വോട്ടെണ്ണൽ ആരംഭിക്കും. ഈ പഞ്ചായത്തുകളിൽ നിന്നും നിലമ്പൂർ നഗരസഭയിൽ നിന്നും വരാനിരിക്കുന്ന ഈ വിധി സംസ്ഥാന രാഷ്ട്രീയത്തെ അങ്ങേയറ്റം നിർണായകമായി ബാധിക്കുന്നത്. ആകെപ്പാടെ 5-8 മാസമേ ഉള്ളൂ. 10 മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ ഈ MLAക്ക്. ഈ വഴിക്കടവിന്റെ മൂത്തേടത്തിന്റെ കാര്യം പറയൂ. രണ്ടും UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ഇപ്പൊ മൂത്തേടം എന്ന് വെച്ചാൽ UDF തിരിഞ്ഞു നോക്കാത്ത ഒരു അത്രയും ലീഡൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പോത്തുകല്ല് LDF നന്നായിട്ട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ്. അതേപോലെ ചുങ്കത്തറ 20 വർഷം CPM ഭരിച്ചാണ്. പിന്നീട് PV അൻവർ ഒരാളെ അടർത്തി മാറ്റിയാണ് ഇപ്പോൾ അവിടെ UDFന്റെ ഭരണം. ഇവിടങ്ങളൊക്കെ ചിന്തിക്കുന്നതും ഇതിൽ നിർണായകമല്ല. ഇപ്പോൾ നമ്മൾ ഈ വഴിക്കടവും മൂത്തേടവും കഴിഞ്ഞാലും LDF പറയുന്ന പോലെ മറ്റിടങ്ങളിൽ നമുക്ക് ലീഡ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഈ പോത്തുകല്ലും അതുപോലെ തന്നെ ചുങ്കത്തറയും അമരമ്പലവും ഒക്കെ ചേരുന്നത്. നിശ്ചയം വേണ്ടും ശ്രീലക്ഷ്മി. ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് CPMകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അരിവാൾ ചുരുക നക്ഷത്രം അടയാളത്തിൽ വന്ന് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പ്രത്യേകിച്ചും PV അൻവർ കരുതുന്നത് ഇടതുപക്ഷം CPM അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നാണ്. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ വിചാരിക്കുന്നത് PV അൻവർ വഞ്ചിച്ചു എന്നാണ്. അപ്പോൾ ആ വഞ്ചനക്കുള്ള മറുപടി എന്നത് ഇപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങുമ്പോഴും CPMകാർ വന്ന് സംസാരിക്കുന്ന ആളുകൾ അൻവർ ജയിക്കുകയില്ല, അൻവർ എത്ര വോട്ട് പിടിക്കുന്ന അവരിങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അൻവറാണ് അവരുടെ ലക്ഷ്യം. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാമെന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ PV അൻവറിന് മുന്നിൽ ക്ഷീണിക്കരുത് എന്നൊരു തോന്നൽ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ സേതു ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴേക്ക് നല്ല വോട്ട് സമാഹരിക്കാനാകും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. നമ്മൾ കണ്ടല്ലോ, അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് വോട്ട് വിനിയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ 2021 പോളിംഗ് പെർസെന്റേജും കൂടി. അതായത് സ്വരാജ് പോലെ ഒരാളെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ്, എഴുത്തും വായനയും വർത്തമാനവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും കേൾപ്പുള്ള ഒരാൾ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, ഈ CPMകാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുവന്ന് വെച്ചതോടുകൂടി ഈ മെഷീനറി മൊത്തമായിട്ട് ഉണർന്നു. അതുകൊണ്ട് തന്നെ സേതു നേരത്തെ പറഞ്ഞ ഈ വഴിക്കടവ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല ലീഡ് ഉണ്ടാകുന്ന ആത്മവിശ്വാസം അവർക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏറ്റവും ഒടുവിലത്തെ നിമിഷം വരെയും സ്ക്രീനിൽ നോക്കിയിരിക്കണം. അങ്ങനെ ഈ മറ്റുള്ളവർ, അതായത് ഇടതുമുന്നണിയെ ഇടതുപക്ഷക്കാർ തന്നെ തുണയ്ക്കുമോ, അതോ PV അൻവർ പറയുന്ന പോലെ ഈ മറ്റ് ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നോ, അതോ UDF പറയുന്ന പോലെ തന്നെ വോട്ടുകൾ എല്ലാം ഭരണവിരുദ്ധ വികാരം അവിടെ മുൻനിർത്തി ജനങ്ങൾ ഈ ഭരണത്തിൽ മടുത്ത് എല്ലാവരും ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയോ എന്നൊക്കെ അറിയാൻ ഇനി അധികം സമയമില്ല. കൃത്യം അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. ശാന്തകുമാർ വെള്ളാലത്തുകൂടി നമുക്കിപ്പോൾ ചേർന്നുണ്ട്. ശാന്തകുമാർ, സ്ട്രോങ് റൂമൊക്കെ തുറന്നു. ഇനി ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് പറയാം. സ്ട്രോങ് റൂം തുറക്കാൻ 4 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും 7:30 മണിക്കാണ് സ്ട്രോങ് തുറക്കുക എന്നുള്ളതാണ് ഔദ്യോഗിക തീരുമാനമുള്ളത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി 4 മിനിറ്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്ട്രോങ് റൂമിന് മുന്നിൽ തയ്യാറായിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർ VR വിനോദ്, ഒപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർ അപൂർവ ത്രിപാഠി, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ സ്ട്രോങ് റൂം
നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 7:30 മണിക്ക് ഈ സ്ട്രോങ് റൂം തുറന്ന് അവിടെ നിന്നും ആദ്യത്തെ 14 വോട്ടിംഗ് മെഷീനുകൾ 14 ടേബിളുകളാക്കി എത്തും. 8 മണിക്ക് ടേബിളുകളിലേക്ക് എത്തിയതിനു ശേഷം 8:10 ആണ് ആദ്യം ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുക. 8 മണി മുതൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. തുറക്കുന്നു, സ്ട്രോങ് റൂം തുറക്കുന്നു. അപ്പോൾ ഔദ്യോഗികമായിട്ട് ആ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. 7:27, 7:30 ആകുമ്പോഴേക്കാണ് തുറക്കേണ്ടത്. തുറക്കും. ഇപ്പോൾ തുറക്കുകയാണ്, അതിൻ്റെ പ്രോസസ്സിലേക്ക് കടന്നു. അതായത് ഈ പറഞ്ഞ നിലമ്പൂരിലെ രാഷ്ട്രീയ നിർണായകമായുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ, സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ വോട്ടർമാർ എന്ത് അഭിപ്രായമാണ്, അവരുടെ രാഷ്ട്രീയ അഭിപ്രായം ആരെയാണ് നിയമസഭയിലേക്ക് അയക്കുക എന്നതറിയാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. 7:30 ആകുമ്പോഴേക്ക് തന്നെ കൃത്യമായിട്ടും ഉദ്യോഗസ്ഥരകത്ത് കയറും. ഇനി അങ്ങോട്ട് കണക്കുകൾക്ക് പ്രസക്തിയില്ല. നമ്മൾ ഇനി പറയുന്നതിനൊന്നും കാര്യമില്ല. ഇനി കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. അതെ, അങ്ങനെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂം തുറക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നിലമ്പൂരിന്റെ അമരക്കാരൻ ആരാകുമെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയ കേരളം കഴിഞ്ഞ 10-24 ദിവസമായി ഏറെ ഉദ്യോഗത്തോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. PV അൻവർ രാജിവെച്ചു. പിന്നീട് അവരൊരു ഉപതിരഞ്ഞെടുപ്പ് വരുന്നു. പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ വിവാദങ്ങൾ പിന്തുടർന്ന നിലമ്പൂർ. ആ നിലമ്പൂരിൽ ജനങ്ങൾ വിധി എഴുതി. ഇന്ന് ആ വിധി ആർക്കൊപ്പം ജനങ്ങളുടെ മനസ്സിലിരുപ്പറിയാൻ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. അരമണിക്കൂർ ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ 10 മിനിറ്റോ മറ്റോ എടുക്കും. അതിനുശേഷം തന്നെ വളരെ പെട്ടെന്ന് ഈ EVM വഴി വോട്ട് രേഖപ്പെടുത്തിയതിലേക്ക് കടക്കും. അതിലേക്ക് നമുക്കറിയാം, UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത്, എടക്കര പഞ്ചായത്ത്, കരളായി പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്ത്, LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത്, പോത്തുകല്ല് പഞ്ചായത്ത്, ഇങ്ങനെ LDF-നും UDF-നും നല്ല ശക്തി കേന്ദ്രങ്ങളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആകെപ്പാടെ 5, 8, 10 മാസം മാത്രമേ MLA-ക്ക് കാലപരിധിയുള്ളൂ എങ്കിൽ പോലും ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ നിർണായക ശേഷിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ് അല്പസമയത്തിനകം വരിക. ഇതാ സ്ട്രോങ് റൂം തുറന്നു. ശാന്തകുമാർ, സ്ട്രോങ് റൂം തുറന്നു. വിവരങ്ങൾ സ്ട്രോങ് തുറന്നു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം ഈ മെഷീനുകൾ അതിന് തൊട്ട് താഴെയുള്ള 1ാം നിലയിലെ കൗണ്ടിംഗ് ടേബിളിലേക്ക് എത്തും. 14 ടേബിളുകളാണ് ഇതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 14 ടേബിളുകളിൽ ആദ്യത്തെ 14 വോട്ടിംഗ് മെഷീനുകളാണ് എത്തിക്കുക. അതിനുശേഷം 8 മണി മുതൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയതിനു ശേഷം മാത്രമേ 8:10 മാത്രമേ EVM എണ്ണുന്നതിലേക്ക് കടക്കുകയുള്ളൂ. ആ EVM എണ്ണുന്നത് ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ 14 ബൂത്തുകളാണ്. ഈ 14 ബൂത്തുകൾ വഴിക്കടവ് പഞ്ചായത്തിലെ 14 ബൂത്തുകൾ ഉൾപ്പെടെ വഴിക്കടവിലെ മുഴുവൻ ബൂത്തുകളും UDF-ന് നിർണായകമാണ്. അത് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് UDF-ന്. അതുകൊണ്ട് തന്നെ UDF ഏറെ പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്, ബൂത്തുകൾ തന്നെയാണ് വഴിക്കടവ് പഞ്ചായത്തിലേത്. അത് UDF-ന് ലീഡ് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ LDF-ഉം അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും അതിന് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്ന് ഉദ്യോഗസ്ഥരകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. 7:30 ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം 8 മണിക്ക് കൃത്യമായിട്ട് വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 1402 വോട്ടുകളാണ് പോസ്റ്റൽ വോട്ടുകളായിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്കറിയാം ഇത്ര വോട്ടുകൾ UDF-ന്, ഇത്ര വോട്ടുകൾ LDF-ന്, ഇത്ര വോട്ടുകൾ PV അൻവറിന് എന്ന് സ്ക്രീനിൽ തെളിയും. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫലസൂചനകളൊന്നും അല്ലെങ്കിൽ പ്രവചനമൊന്നും നടത്താനൊന്നും നമുക്ക് സാധിക്കില്ല. അതിന് തൊട്ട് പിന്നാലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് അത് കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 8 മണി മുതൽ തന്നെ 8 മണി ഒരു 8:15 തൊട്ട് തന്നെ നമ്മൾ EVM വോട്ടെണ്ണലിലേക്ക് പോകും. ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് ആദ്യ ഫലസൂചനകൾ 8:30 ആവണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനു മുമ്പ് തന്നെ ആദ്യ നമ്പർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും എന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ സ്ക്രീൻ എനിക്ക് തോന്നുന്നു പരിചയപ്പെടുത്താനുള്ള സമയമായിട്ടുണ്ട്. 7:30. ഇത് ഈ കാണുന്നതിനപ്പുറത്തേക്കുള്ള ചില വിവരങ്ങൾ ഇതിനകത്തേക്ക് വരും, നമ്മുടെ സ്ക്രീനിനകത്തേക്ക് വരും. 4 പേർക്കും, അതായത് PV അൻവർ, ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ്, മോഹൻ ജോർജ്, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെയും വോട്ട് അതാത് സമയത്ത് വളരെ കൃത്യമായിട്ട് സ്ക്രീൻ മുഴുവനായി നിറഞ്ഞ് മനസ്സിലാക്കാനാകുന്ന വിധത്തിലാണ് ഞങ്ങളുടെ ഗ്രാഫിക്സ് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ കണ്ണിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകാതെ, എന്നാൽ കുറച്ച് സമയങ്ങൾ കൂടി കഴിയുമ്പോൾ, അതും AI സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ കരുത്തരായ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ മനോഹരമായ ആ ഒരു ഗ്രാഫിക്സ്, അത് ഒരു 7:30 കഴിയുന്ന സമയത്തോടു കൂടി തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മുടെ സ്ക്രീൻ മുഴുവനായി മാറിയെത്തും. സനീഷ്, ഇനി നമുക്ക് നോക്കേണ്ടത് നിലമ്പൂർ നഗരസഭയാണ്. നിലമ്പൂർ നഗരസഭ ഇടതുപക്ഷത്തിന് ഭരണമുള്ളതാണ്. 33 വാർഡുകളുണ്ട്. 2016 ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുമ്പോൾ 2700 അത്രയും അധികം വോട്ടിന് അദ്ദേഹം പിന്നിൽ പോയി. പിന്നീട് VV പ്രകാശ് വന്ന് അതൊരു 1500, 1700 ഒക്കെ ആയിട്ട്
പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി സ്വരാജ് അവിടെ വമ്പിച്ച ലീഡ് നേടുമെന്നാണ് പ്രതീക്ഷ. അതാണ് അത് LDFന് അവർക്ക് പ്രവർത്തകർക്കും നേതാക്കൾക്കും അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. അതായത് ഇപ്പോൾ അവിടെ നിലമ്പൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലമ്പൂർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള CPM പ്രവർത്തകരുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി പ്രവർത്തകരുള്ള സ്ഥലമാണ്. അത് നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷേ നിലമ്പൂരിൽ കുറെ കൂടെ അടിയുറച്ച കോൺഗ്രസ്സുകാരും അടിയുറച്ച ലീഗുകാരും ഭയങ്കര പൊളിറ്റിക്കൽ. നമ്മുടെ പൊളിറ്റിക്കൽ മാസൊക്കെ വരുന്ന സമയത്ത് അവര് രാഷ്ട്രീയം പറയുകയാണ്. അവര് മറ്റു കാര്യങ്ങളല്ല, അവരുടെ ആശങ്കകളല്ല, അവർ കറക്റ്റായിട്ട് അവർ രാഷ്ട്രീയം പറയണം. ആ പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാനിത് പലപ്പോഴും RDXലൊക്കെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഈ ഷൗക്കത്തിനാണ് ഒരു അല്പം എഡ്ജുണ്ട് എന്ന് പറയുന്നതിന് കാരണം അവിടെ ഫ്ലോട്ടിംഗ് ബോട്ടുകൾ കുറവാണ് എന്നൊരു സൂചനയാണ് അവിടെ സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഫ്ലോട്ടിംഗ് ബോട്ടുകളാണല്ലോ കാര്യങ്ങൾ നിർണ്ണയിക്കുക. അവിടെ അത് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ കോൺഗ്രസ്, ലീഗ്, BJP, CPM ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള വേരുകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ. അതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അവിടെ സ്വരാജിനെ പോലെ ഒരാൾ വരുമ്പോൾ നിലമ്പൂർ നഗരസഭയിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരിക്കും ലക്ഷ്യം. അതായത് അത് നേതാക്കളുടെയോ സ്വരാജിൻ്റെയോ മാത്രം കാര്യമല്ല, വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരനായ ഒരാളുടെ പോലും ഉദ്ദേശവും ലക്ഷ്യവുമാണ് സ്വരാജിനെ വിജയിപ്പിക്കുക എന്നത്. ഏതാണ്ട് അത്രക്ക് തന്നെ ശക്തിയായിട്ടുള്ള UDFകാരുണ്ട് കേട്ടോ. അത്ര തന്നെ ശക്തിയായിട്ടുള്ള സ്വരാജിന്റെ മാത്രം കാര്യം പറയുന്നതെന്ന് തോന്നരുത്. അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ സ്വരാജ് ജയിക്കുക എന്നുള്ളതിന് വേണ്ടി പുറത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UDF ഇപ്പൊ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ എതിർത്തിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് ബാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം ലീഗ് അത്തരത്തിൽ ചിന്തിക്കുകയേയില്ല. വോട്ട് പൂർണ്ണമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ലീഗിന്റെ ഒരു ചിന്ത, ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു ചിന്ത ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചേ അവർക്ക് മതിയാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പം രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി വേണ്ട എന്ന് ഇപ്പൊ നമുക്ക് EVM ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. EVM നമുക്ക് കാണാം. ആ പെട്ടികൾ പൊട്ടിക്കുക എന്ന് വെച്ചാൽ പഴയൊരു ശൈലിയാണ്. പക്ഷേ ആ EVM തുറന്ന് ഓൺ ചെയ്ത് എണ്ണുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് ശ്രീലക്ഷ്മി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയാനാകുമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ റേഡിയോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരുപാട് നേരെടുത്താണ് ഈ വോട്ട് കൈകൊണ്ടേണ്ടി പൂർത്തിയായി. ഇപ്പോൾ വളരെ പെട്ടെന്ന് വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും. 1,76,070 പേരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 75% വോട്ടർമാർ ആകെ വോട്ടർമാരിൽ വോട്ട് രേഖപ്പെടുത്തി. ആ വോട്ടുകളാണ് നമ്മൾ ഈ പെട്ടിക്കകത്ത് കാണുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെ നല്ല നിലക്ക് പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള വോട്ടുകളാണ് അതിനകത്ത് കിടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ VD സതീശന് വലിയ സന്തോഷകരമായ ഒരു സാഹചര്യം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് വലിയ ആധികാരികത പറയുന്നുണ്ട്. UDF 16,693 വോട്ടിന് ജയിക്കുമെന്ന് കഴിഞ്ഞു. അതേപോലെ മധു P പറയുന്നുണ്ട് UDF 15,000 വോട്ടിന് തന്നെ ജയിക്കുമെന്ന് മധുവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസാദ് പരശു ചോദിക്കുന്നു, സേതു AR/VR XR വർക്കില്ലേ, സർപ്രൈസ് കാണിക്കുന്നു. സർപ്രൈസ് ഉണ്ട് അല്ലേ? സർപ്രൈസ് ഇത്ര വൈകുണ്ടായിരുന്നു, ഇപ്പൊ തന്നെ കൊടുക്കാമായിരുന്നു ഫ്രെയിമിൽ എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിഷ്വൽസ് ഇപ്പൊ ലൈവ് അവിടെ ഏറ്റവും പ്രധാനമാണല്ലോ, അതിങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കണം. അല്പസമയത്തിനകം സ്ക്രീന് പുതുക്കപ്പെടും. അതിനകത്ത് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് നമ്മുടെ വോട്ട് നില ചിത്രീകരിക്കപ്പെടുക എന്ന് നമുക്ക് കാണാം. വളരെ ഇംപ്രസീവായ വിധത്തിൽ എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുന്ന ഒരു സ്ക്രീനാണ്, ഗ്രാഫിക് സ്ക്രീനാണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് 4 സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ അതാത് സമയത്ത് ഏറ്റവും വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഏറ്റവും വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വാർത്താ ചാനൽ സ്ക്രീനായിരിക്കും ന്യൂസ് മലയാളത്തിൽ. സാധാരണ നമ്മൾ TV ചാനൽ കാണുമ്പോഴത്തേനും കണക്കുകൾ ഇരട്ടിപ്പിച്ച് വരുന്ന ഒരു രീതിയുണ്ട്. ഓരോയിടത്തും ഇപ്പം സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി നമ്പറുകൾ വരുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് വരിക, വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ. ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വസ്തുത, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് യഥാർത്ഥ നമ്പർ എന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ നമ്പറാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുക. അല്ലാതെ കൂടുതലടിച്ച് താഴേക്ക് ഇറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അതിന്റെ ആവശ്യവുമില്ല. വസ്തുത സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അത് സത്യം പറയും, സത്യം സൂക്ഷ്മമായിട്ട് വേഗത്തിൽ പറയും എന്നതാണ് അതിന്റെ കാര്യം. അവിടെ ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നു, ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് കടന്നു. വലിയൊരു പ്രോസസ്സാണ്